അഞ്ചാമത് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസിന് നാളെ തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 18 വേദികളിലായി 3000 പ്രതിനിധികൾ പങ്കെടുക്കുന്ന 46 ചർച്ചാ സമ്മേളനങ്ങൾ നടക്കും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങൾക്ക് പുറമെ 4 സിംപോസിയങ്ങളും പഠന കോൺഗ്രസിന്റെ ഭാഗമായി നടക്കും. 1994-ൽ EMSന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച് ഓരോ 5 വർഷം കൂടുമ്പോഴും നടത്തിവരുന്ന പഠന കോൺഗ്രസിന്റെ 5ാം പതിപ്പിനാണ് നാളെ തുടക്കമാകുന്നത്. ഫെബ്രുവരി 21 രാവിലെ 10 മണിക്ക് AKG ഹാളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 5ാം അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. 22-ന് 3 മണിക്ക് AKG ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനം CPIM ജനറൽ സെക്രട്ടറി MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന സമാപന സമ്മേളനങ്ങളിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ, CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. ഒരു നാടിന്റെ വികസന നയരൂപീകരണത്തിനായി രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വിപുലവും ജനകീയവുമായ ചർച്ചാ സമ്മേളനമാണ് അന്താരാഷ്ട്ര കേരള പഠന കോൺഗ്രസ് എന്ന് സ്വാഗത സംഘം കൺവീനർ ഡോക്ടർ TM തോമസ് ഐസക് പറഞ്ഞു. ഇതുപോലൊരു വിപുലമായ സംവാദം വികസനം സംബന്ധിച്ച് ലോകത്ത് എവിടെയെങ്കിലും നടക്കുന്നതായി അറിവില്ല. 10,000-കണക്കിന് ആളുകളാണ് ഇതിൻ്റെ അനുബന്ധ സെമിനാറുകളിൽ പങ്കെടുത്ത് അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു വികസന രേഖ, അത് 3000-ഓളം ആളുകളായിരിക്കും 2 ദിവസങ്ങളിലായിട്ട് ഇഴകേറി പരിശോധിക്കാൻ പോകുന്നത്. വികസന വിരുദ്ധതയാണ് കേരളത്തിലെ പ്രതിപക്ഷവും BJPയും മുന്നോട്ട് വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഇവരുടെ ബദൽ എന്താണെന്നും തോമസ് ഐസക് ചോദിച്ചു. BJPക്ക് എന്താ ഒരു ബദൽ അജണ്ട പറയാനുള്ളത്? വികസിത കേരളം എന്ന് പറയുന്നതല്ലാതെ ഏതെങ്കിലും കടലാസ് കഷ്ണം പോലും കാണിച്ചു തരാനുണ്ടോ? എന്താ UDFൻ്റെ ബദൽ? കിഫ്ബി പാടില്ല, ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊന്നും പണമില്ല ഖജനാവിൽ. എന്താ ചെയ്യാൻ പോണത്? ഏതെങ്കിലും ഒരു സമഗ്രമായ വിശകലനം ചെയ്ത ഒരു ബദൽ പരിപാടി കേരളത്തിൻ്റെ മുന്നിൽ വെക്കാനുണ്ടോ? അതേസമയം കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വികസന വിഷയങ്ങളിൽ വലിയ യോജിപ്പിനുള്ള മേഖലകൾ തുറന്നിടാൻ പഠന കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാരുകളുടെ വിപ്ലവകരമായ പല നയരൂപീകരണങ്ങൾക്കും അടിസ്ഥാനമായത് പഠന കോൺഗ്രസ് ചർച്ചകളാണ്. കേരളത്തിന്റെ ഭാവി നയരൂപീകരണ ചർച്ചകളിൽ പ്രതിനിധികൾക്ക് പുറമെ 46 വിഷയാധിഷ്ഠിത സെമിനാറുകളിലായി 300ഓളം വിദഗ്ധരാണ് 5ാം പതിപ്പിൽ പങ്കെടുക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.